ഓഡുവിൽ നമ്മൾ ഒരു കമ്പനി ഒരു വ്യക്തിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന വിചാരിക്കുക. ലീഗലി അത് റൈറ്റ് മെത്തേഡല്ല, അതൊരു ശരിയായ മെത്തേഡല്ല. കാരണം വ്യക്തികളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുക എന്നുള്ളത് പല നാട്ടിലും അത് അലൗഡ് ആയിരിക്കില്ല കമ്പനികൾക്ക്. പക്ഷേ ചില കേസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇത് ഓഡുവിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി മിസ്റ്റർ ഫിനാൻസ് എന്ന് പറയുന്ന ഒരാളുടെ നിന്ന് 75,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി സ്വീകരിക്കുന്നു. അതിന് അയാൾക്ക് തിരിച്ച് എന്തെങ്കിലും പ്രോഫിറ്റ് ഷെയറോ അത് കൊടുക്കുകയും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കങ്ങനെ നമ്മളൊരു അക്കൗണ്ടൻറ്റിൻ്റെ വ്യൂവിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഓഡുവിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ്. കാരണം ഓഡു റൈറ്റ് ആയിട്ട് ലീഗലി പിന്നെ നേരായ മാർഗത്തിലുള്ള കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓഡുവിൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇതൊരു ശരിയായ മെത്തേഡല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഇതൊരു ശരിയായ മെത്തേഡല്ല. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ, അങ്ങനെ ഒരു പരിപാടി വന്നാൽ അതെങ്ങനെ നമ്മൾ ഒരു അക്കൗണ്ടൻറ്റ് മാനേജ് ചെയ്യും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഓക്കെ, നമുക്ക് അക്കൗണ്ടിങ്ങിൽ പോയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഏകദേശം ബാങ്കിൻ്റെ ലെഡ്ജർ എടുത്തോ, ഏതെങ്കിലും നമ്മളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ തൽക്കാലം ബാങ്കിൻ്റെ ലെഡ്ജറിൻ്റെ നമ്പറിന് സമാനമായ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളത് ബാങ്ക് സെലക്ട് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നു. ഓക്കെ, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അതിന് പേര് പിന്നീട് മാറ്റുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം മിസ്റ്റർ ഫൈനാൻസ് എന്ന് മാറ്റുന്നു. ശേഷം നമ്മളതിനെ പേബിൾ ആക്കുന്നു. ഓക്കെ, നമ്മളത് ഒരു വ്യക്തിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുമ്പോൾ അദ്ദേഹം തിരിച്ചു കൊടുക്കണം, പേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ ഈ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലും ഒരു സസ്പെൻസ് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് ദൂരെയുള്ള ഒരു നമ്പർ ഇടാൻ പറ്റുന്നതാണ്. അതിൻ്റെ റീസൺ ലാസ്റ്റ് ടൈം പറയാം. ഇപ്പം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരു വെണ്ടറും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽ വെണ്ടറായിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിലിവിടെ ഇൻഡിവിജ്വലായിട്ട് മിസ്റ്റർ ഫിനാൻസ് ക്രിയേറ്റ് ചെയ്തു. ടാഗായിട്ട് ഇൻവെസ്റ്റർ എന്നും ഞാൻ ഒരു ടാഗ് കൊടുക്കുന്നു, ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ അക്കൗണ്ടിങ് മെനു ടാബിൽ അക്കൗണ്ട്സ് പേബിളിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ലെഡ്ജർ സെലക്ട് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫിനാൻസ് സെലക്ട് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വെണ്ടർ ക്രിയേറ്റ് ചെയ്തു, മിസ്റ്റർ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ ഫിനാൻസിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ സെറ്റപ്പ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് 75,000 ഫൈനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ നമ്മൾ അക്കൗണ്ടിൽ പോയി വെണ്ടറിൽ പേയ്മെൻറ്റ്സ് എടുക്കുക. പേയ്മെൻറ്റ്സിൽ ന്യൂ എടുക്കുക. ന്യൂവിൽ റിസീവ് ചെയ്യണം. നമ്മൾ 75,000 റിസീവ് ചെയ്യും മിസ്റ്റർ ഫിനാൻസ്. മിസ്റ്റർ ഫിനാൻസിന് ഒരു 75,000 റിസീവ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്തു. ബാങ്കിലേക്കാണ് കൺഫേം. ഓക്കെ, ട്രയൽ ബാലൻസ് പോയി നോക്കാം. ട്രയൽ ബാലൻസിൽ പോയാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫിനാൻസിനോട് കാണിക്കുന്നുണ്ട്, 75,000 കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഔട്ട്സ്റ്റാൻഡിംഗ് റെസീറ്റ്സ് ആണ്. അതിൽ 55-70 ആദ്യം ഉണ്ടായ ബാലൻസ് ആണ്, 75,000 വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് പോയതായിട്ട് കാണിച്ചോളും. ഔട്ട്സ്റ്റാൻഡിംഗ് റെസീറ്റ്സോ പേയ്മെൻറ്റ്സോ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും ആ റിക്കൺസിലേഷനിൽ. ഓക്കെ, അപ്പോൾ 70,000 ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫിനാൻസ് കാണിക്കുന്നുണ്ട്, മിസ്റ്റർ ഫിനാൻസ്. ഓക്കെ, അതിന് കാണിക്കുന്നത് കൊടുക്കാനുള്ളത് കാണിക്കുമ്പോൾ നമ്മൾക്ക് ആക്ച്വലി പേബിൾസിലാണ് കാണിക്കുക. കാരണം നമ്മൾ പേബിളായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റർ എന്നുള്ള ടാഗ് ഉള്ളതുകൊണ്ടാണ് ഫിനാൻസ് മാത്രം കാണിക്കുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ള വെണ്ടർ ഉണ്ടെങ്കിൽ മറ്റുള്ള വെണ്ടേഴ്സിനെ കൂടി കാണിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ പീരിയഡ് മറ്റുള്ള ഒരു വെണ്ടറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടാഗ് കൊടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് ഇൻവെസ്റ്ററായിട്ട് മാത്രം കാണിക്കുന്നു. ഇനി നമ്മൾ ഈ എമൗണ്ട് ട്രയൽ ബാലൻസിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ അത് പേബിൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സാധനം വന്നിട്ടുള്ളത്. പേബിൾസിൻ്റെ കീഴിലാണ്. കുറച്ച് പേബിൾ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫിനാൻസ് എന്ന് വരെ. ഇതിങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ വെക്കാം. അതല്ല നമ്മൾക്ക് ഈ സാധനത്തിന് കറണ്ട് ലിയബിലിറ്റീസ്, പേബിൾസ് അല്ല കറണ്ട് ലിയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് വരേണ്ടതെങ്കിൽ നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക ഇതേ പേരിലും. ഇതേ പേരിൽ എന്ന് പറയുമ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫിനാൻസ് വേറെ, അത് താൽക്കാലിക ടെമ്പററി അടക്കുന്നത് പോലെ. ഓക്കെ, ഇത് മെയിൻ ആയിട്ടുള്ള ലെഡ്ജർ സെയിം ടൈപ്പിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. ടൈപ്പിലല്ല, സെയിം പേരിൽ
ശേഷം നമ്മൾ ജേർണലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാലൻസിന് എടുത്ത് ഇതിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് അവിടെ വരും, ഇത് 0 ആയിക്കോളും. അത് നമുക്ക് ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലെഡ്ജറിൽ നിന്ന് മറ്റൊരു ലെഡ്ജറിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ തന്നെ പേബിൾസ് ആയിട്ട് തന്നെ വേണം. ഇത് നമ്മളിത് തിരിച്ചു കൊടുക്കുമ്പോൾ വെണ്ടർ പേയ്മെൻറ്റിൽ ന്യൂ എടുത്തു, സെൻഡ് ആണ് നേരത്തെ റിസീവ് എടുത്തത്. മിസ്റ്റർ ഫിനാൻസ് 75,000 തിരിച്ചു കൊടുക്കുന്നു. അതെല്ലാം വേണ്ട, ഒരു 50,000 തിരിച്ചു കൊടുക്കുന്നുള്ളൂ. 50,000 തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മിസ്റ്റർ ഫിനാൻസ് എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 25,000 ക്ലോസിംഗ് ബാലൻസ് മാറിയിട്ടുണ്ട്. 75 റിസീവ് ചെയ്തു, 50 തിരിച്ചു കൊടുത്തു, 25,000 ബാലൻസ് ഉണ്ട്. ഈ രീതിയിൽ കാണും. അപ്പോൾ ഇതൊരു, ഞാൻ പറഞ്ഞു, ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ സാധാരണ കമ്പനികൾ വ്യക്തികളിൽ നിന്ന് റിസീവ് ചെയ്യാറില്ല, ലീഗലി റിസീവ് ചെയ്യാറില്ല. എന്നാൽ ചില കമ്പനികൾ ചില ഷോപ്പുകളിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ട വീഡിയോ ആണ് ഇത്. ഒരാൾ ചോദിച്ചുകൊണ്ട് മാത്രം ചെയ്ത വീഡിയോ.